ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ് ഇന്ന് PYQ സെഷൻ. സോ കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം കൂടുതലും PYQ സെഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൂടുതലൊരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും PYQ സെഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഒരു എക്സ്ട്രാ ഒരു സക്സസ് റേറ്റ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നത്തെ സെഷൻ ഒരു PYQ സെഷൻ ആണ്. സോ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ്സ് ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. അതായത് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആണ്, ഇലക്ട്രോണിക് ആണ്. അത് ആദ്യമായിട്ട് വേൾഡിൽ വന്ന ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. ഇനൈക്, കൊളോസസ്, അബാക്കസ്, CDC 6600. സോ ഓപ്ഷൻ ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കണ്ട് വന്നിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഇനൈക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. The postfix expression for the infix expression x raised to y divided by 5 star z plus 10. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ പ്രീവിയസ് ഇയർ സിലബസ് എടുത്താലോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പോസ്റ്റ്ഫിക്സിനെ ഇൻഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാക്ക് മെത്തഡോളജിയാണ്. അതായത് നമ്മൾ ഈ വരുന്ന എക്സ്പ്രഷനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻ, അതായത് എപ്പോഴാണോ ഡിഗ്രി കൂടുതലുള്ള ഓപ്പറേറ്റർ വരുന്നത് അതിനനുസരിച്ച് പോപ്പ് ചെയ്യും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വേരിയബിൾസിനെ മാത്രം നമ്മളൊന്നും ചെയ്യില്ല, പകരം ഓപ്പറേറ്റേഴ്സിനെയാണ് പുഷ് ആൻഡ് പോപ്പ് ചെയ്യുന്നത്. സോ ആദ്യം വന്ന ഒരു വേരിയബിൾ ആണ്, സോ അതിനെ ഒന്നും ചെയ്യില്ല, അതുപോലെ തന്നെ എഴുതും. നെക്സ്റ്റ് ഒരു എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ ആണ്, അതവിടെ സ്റ്റാക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു വേരിയബിൾ ആണ് y. നെക്സ്റ്റ് ഒരു ഡിവിഷൻ ഓപ്പറേറ്റർ ആണ്, ഡിവിഷൻ അവിടെ എഴുതും. സോ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡിവിഷൻ എന്ന് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു, ഇപ്പം ഡിവിഷൻ എന്ന് പറയുന്ന പ്രസിഡൻസ് കുറവുള്ളതാണ്, എക്സ്പോണൻഷ്യലിനാണ് പ്രസിഡൻസ് കൂടുതലുള്ളത്. അപ്പം എന്ത് ചെയ്യണം? എക്സ്പോണൻഷ്യൽ ഒരിക്കലും പ്രസിഡൻസ് കുറവുള്ളതിൻ്റെ താഴെ പ്രസിഡൻസ് കൂടുതലുള്ളത് വരാൻ പാടില്ല. സോ എന്ത് ചെയ്യണം? ഈ എക്സ്പോണൻഷ്യലിനെ ഔട്ട് ചെയ്യണം. സോ എക്സ്പോണൻഷ്യൽ ഔട്ട് ചെയ്തു. സോ ഇപ്പം സ്റ്റാക്കിൽ ആരുണ്ട്? ഡിവിഷനും ബ്രാക്കറ്റ്സും. നെക്സ്റ്റ് വേരിയബിൾ ആണ് 5. 5നെ നമ്മൾ ഒന്നും ചെയ്യില്ല, അതുപോലെ തന്നെ എഴുതും. നെക്സ്റ്റ് സ്റ്റാർ ഓപ്പറേറ്റർ ആണ്, സ്റ്റാർ ഓപ്പറേറ്ററിനെ അവിടെ എഴുതുന്നു. അടുത്തത് വേരിയബിൾ ആണ് z. അതിനെ ഒന്നും ചെയ്യുന്നില്ല, അത് അതുപോലെ എഴുതുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് വന്നാൽ ബ്രാക്കറ്റ് എവിടെ ഓപ്പൺ ആയോ അവിടെ വരെയുള്ള എല്ലാവരെയും പോപ്പ് ചെയ്യണം. സോ ബ്രാക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ആയത്, ഇവിടാണ് ക്ലോസ് ആയത്, ഇവിടാണ് ഓപ്പൺ ആയത്. സോ അതുവരെയുള്ള ഏതൊക്കെ ഓപ്പറേറ്റർ ഉണ്ട്? സ്റ്റാർ മാത്രമേ ഉള്ളൂ. സോ സ്റ്റാറിനെ പോപ്പ് ചെയ്തു. നെക്സ്റ്റ് പ്ലസ് ആണ്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മളുടെ ഇപ്പോൾ ഓൾറെഡി സ്റ്റാക്കിനകത്ത് ഡിവിഷൻ ഉണ്ട്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഡിവിഷനേക്കാൾ പ്രസിഡൻസ് കുറവാണ്. സോ ഒരിക്കലും പ്രസിഡൻസ് കുറവുള്ളവരുടെ താഴെ കൂടുതലുള്ള ഒരാൾ കിടക്കാൻ പാടില്ല. സോ എന്ത് ചെയ്യണം? സോ ഇതുള്ള പ്രസിഡൻസ് കൂടുതലുള്ള ആളെ പോപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഒരു വേരിയബിൾ ആണ് 10, അതിനെ ഒന്നും ചെയ്യത്തില്ല. എക്സ്പ്രഷൻ തീർന്നു. ഇനിയും റിമൈനിങ് ആരെങ്കിലും നമ്മളുടെ സ്റ്റാക്കിൽ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. ആരുണ്ട്? പ്ലസ് ഉണ്ട്. സോ പ്ലസിനെയും കൂടെ പോപ്പ് ചെയ്യണം. സോ ആൻസർ ഈസ് XY എക്സ്പോണൻഷ്യൽ 5C സ്റ്റാർ ഡിവിഷൻ 10 പ്ലസ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെയാണ് പോസ്റ്റ്ഫിക്സ് ടു ഇൻഫിക്സ് ഓപ്പറേഷൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഷുവർ ആയിട്ട് പല PYQ ക്വസ്റ്റ്യൻസിലും കാണുന്നതാണ്. സോ ഇങ്ങനെയാണ് ഇതിനെ സോർട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. Which of the following is not a processor manufacturer? നോട്ട് എന്നാണ് മെൻഷൻ ചെയ്തിരുന്ന ക്വസ്റ്റിനകത്ത്, അതുകൊണ്ട് അത് തെറ്റിക്കരുത്. നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്റൽ, ഓപ്ഷൻ ബി AMD, ഓപ്ഷൻ സി ക്വാൽകോം, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ്. പ്രൊസസ്സർ ആണ് ചോദിച്ചിരിക്കുന്നത്. AMD പ്രൊസസ്സറാണ്, ഇന്റൽ പ്രൊസസ്സറാണ്, ക്വാൽകോം പ്രൊസസ്സറാണ്. നോട്ട് എ പ്രൊസസ്സർ അല്ലാത്ത ഏതാണ്? മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ഒരു ലീഡിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, പ്രൊസസ്സർ അല്ല. ആൻസർ ഇസ് ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ്. Personal computers normally use dash processors.
പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് മീൻസ് PCs. നമ്മുടെ PCs ഏത് പ്രോസസ്സേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. മൈക്രോ, മിനി, മാക്രോ, സൂപ്പർ. നമുക്കറിയാം മിനി എന്ന് പറയുന്നത് സെർവേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ് മിനി. മാക്രോ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, സൂപ്പറും അല്ല. സോ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, മൈക്രോ. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് പ്ലോട്ടർ? ഓപ്ഷൻ എ ഇൻപുട്ട് ഡിവൈസ്, ഓപ്ഷൻ ബി ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്ഷൻ സി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. പ്ലോട്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അല്ല. ഔട്ട്പുട്ട് ഡിവൈസ് ആണോ? അല്ല. ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ല പ്ലോട്ടർ. പ്ലോട്ടർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. നമുക്ക് വാല്യൂസിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ. പ്ലോട്ടർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, വാട്ട് ഈസ് റാം? റാം ഉണ്ട്, റോം ഉണ്ട്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് റാം ആൻഡ് റോം ആണ് എപ്പോഴും കേൾക്കുന്ന മെമ്മറീസ് ആണ്. റാമിനകത്ത് തന്നെ സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാം ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ വോളറ്റൈൽ മെമ്മറി, ഓപ്ഷൻ ബി നോൺ വോളറ്റൈൽ മെമ്മറി, ഓപ്ഷൻ സി സെക്കൻഡറി മെമ്മറി, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. സെക്കൻഡറി മെമ്മറി അല്ല. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ക്, ഇതൊക്കെയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. സോ സെക്കൻഡറി മെമ്മറി അല്ല. ഈ വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ എന്നുള്ളൊരു ഓപ്ഷൻ. റാം എന്ന് പറയുന്നത് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാനിഷ് ആയി പോകുന്നതാണ് റാം മെമ്മറി. റോം ആണ് പവർ ഓഫ് ആയാലും തിരിച്ച് ഷട്ട് ഓൺ ആവുമ്പോൾ തിരിച്ച് വാല്യൂസ് ഒന്നും നമുക്ക് പോവില്ല. സോ റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയും റോം എന്ന് പറയുന്നതാണ് നോൺ വോളറ്റൈൽ മെമ്മറി. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 7, റോം സ്റ്റാൻഡ്സ് ഫോർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് തെറ്റുകൾ സംഭവിക്കും. കാരണം കേട്ട് നമ്മൾ ചിലപ്പോൾ അതങ്ങ് നമ്മൾ വിട്ടുപോകും. എന്താണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻസ് റീഡ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ അയ്യോ എന്താണ് അതിന്റെ അബ്രിവേഷൻ എന്ന് നമ്മൾ അന്നേരമായിരിക്കും തിങ്ക് ചെയ്യുന്നത്. സോ റോം എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റാത്ത മെമ്മറിയാണ്, നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ റീഡ് ഒൺലി മെമ്മറിയാണ് റോമിന്റെ ഫുൾ ഫോം. ഓപ്ഷൻസ് വായിക്കാം. റീഡ് ഔട്ട് മെമ്മറി, റാൻഡം ഓപ്പറേഷൻ മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, നൺ ഓഫ് ദ അബവ്. റോം ഇസ് റീഡ് ഓൺലി മെമ്മറി. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ആൻസർ നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് ഓപ്ഷൻസ് റീഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ക്യാഷെ മെമ്മറി? നമുക്കറിയാം നമ്മൾ ഇതിനാ ക്യാഷ് ഉപയോഗിക്കുന്നത്. ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാല്യൂസിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷ് മെമ്മറിയിലെ വാല്യൂസ് നമുക്കിപ്പം പെട്ടെന്ന് ഫെച്ച് ചെയ്യാൻ പറ്റണം. സോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റാറ്റിക് റാം, ഓപ്ഷൻ ബി ഡൈനാമിക് റാം, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. റോം അല്ല, ക്യാഷെ മെമ്മറി റോം അല്ല. ഡി റാം ആണോ എസ് റാം ആണോ? എസ് റാം മീൻസ് സ്റ്റാറ്റിക് റാം, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം. എസ് റാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിനകത്തെ വാല്യൂസ് സ്റ്റാറ്റിക് ആണ്, എപ്പോഴും മാറുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്താൽ അതിനകത്തെ വാല്യൂസ് സ്റ്റാറ്റിക്കാണ്. അപ്പൊ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന സാധനം സ്റ്റാറ്റിക്കിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഫെച്ച് ചെയ്തെടുത്തുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോൾ റീഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും വാല്യൂസ്. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ചിലപ്പോൾ മിനി സെക്കൻഡ്സ് ആയിരിക്കാം, മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കാം. പക്ഷേ ഡൈനാമിക് റാമിലെ വാല്യൂസ് കീപ്പ് ഓൺ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടും അത് കീപ്പ് ഓൺ റിഫ്രഷ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ക്യാഷിലുള്ള വാല്യൂസ് ഒരിക്കലും ഡൈനാമിക് റാമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ആക്സസ് ചെയ്യണം. സോ ഓപ്ഷൻ ഇസ് സ്റ്റാറ്റിക് റാം, എസ് റാം. ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ഇസ് നിബിൾ? നിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ബൈറ്റിനെയാണ് നിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിബിൾ ഈസ് ഹാഫ് ബൈറ്റ്, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. നിബിൾ ഈസ് ഹാഫ് ബൈറ്റ്. 1 ബൈറ്റ് എത്രയാണ്? 8 ബിറ്റ്സ് ആണ്. 8 ബിറ്റ്സ് ചേരുന്നതാണ് എന്ത്? 1 ബൈറ്റ്. സോ ഹാഫ് എന്ന് പറയുമ്പം എത്രയാണ്? 4 ബിറ്റ്സ്. നിബിൾസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ബൈറ്റ് ആണ്. സോ 8ന്റെ പകുതി 4. ആൻസർ ഇസ് ഓപ്ഷൻ സി, 4 ബിറ്റ്സ്. നിബിൾ ഈസ് ഹാഫ് ബൈറ്റ്. യുണിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 10, യുണിക്സ് ഈസ് ആൻ. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യുണിക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഇതൊരു സോഫ്റ്റ്വെയർ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ സോഫ്റ്റ്വെയർ, ഇറ്റ് ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യുണിക്സ്, ലിനക്സ്, വിൻഡോസ് ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറോ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറോ ഒന്നുമല്ല. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാക് ഒ എസ്, ഓപ്ഷൻ ബി സൊലാരിസ്, ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ്, ഓപ്ഷൻ ഡി MS DOS. ഇതിനകത്ത് മാക് ഒ എസ് നമുക്കറിയാം അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന്, സൊലാരിസും അറിയാം. MS DOSും അതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഓപ്പൺ ഓഫീസ്? ഓപ്പൺ ഓഫീസ് എന്ന് പറയുന്നൊരു സ്യൂട്ടാണ്, ലൈക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് അതുപോലുള്ള ഒരു ഓപ്പൺ സ്യൂട്ടാണ് ഈ ഓപ്പൺ ഓഫീസ് എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, പകരം അതൊരു സ്യൂട്ട് ഓഫ് പ്രോഗ്രാംസ് ആണ്, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പോലത്തെ. സോ ഓപ്പൺ ഓഫീസ് ആണ് റൈറ്റ് ആൻസർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഓപ്പൺ ഓഫീസ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഡൊമൈൻ നെയിം സിസ്റ്റം ഇസ് യൂസ് ടു കൺവേർട്ട്. എന്തിനാണ് DNS ഉപയോഗിക്കുന്നത്? DNS ഇസ് ഡൊമൈൻ നെയിം സിസ്റ്റം. നമുക്കിപ്പോൾ ഒരു IP അഡ്രസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 192.102.11.2 എന്ന് പറയുന്ന ഒരു ഡൊമൈൻ നെയിം ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു ഡൊമൈൻ നെയിമിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം ആയിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ google.com ഇതാണ് ഇതിൻ്റെ ഡൊമൈൻ നെയിം, ഇത് ഇതിൻ്റെ IP അഡ്രസ്സാണ്. അപ്പം ഈ ഒരു IP അഡ്രസ്സിനെ അതിൻ്റെ നെയിമായിട്ടും ആ നെയിമിനെ IP അഡ്രസ്സായിട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. സോ ഡൊമൈൻ നെയിം സിസ്റ്റം IP അഡ്രസ് ടു നെയിം ആൻഡ് നെയിം ടു IP അഡ്രസ്. ഓപ്ഷൻ ബോത്ത് A and B ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി രണ്ടും ചെയ്യുന്നുണ്ട്. ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് IP അഡ്രസ്സിനെ നെയിമായിട്ടും നെയിമിനെ IP അഡ്രസ്സായിട്ടും കൺവേർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 13. ബിലേഡീസ് അനോമലി ഒക്വർ ഇൻ വിച്ച് അൽഗോരിതം? നമ്മൾ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് പഠിച്ചപ്പോൾ FIFO, ഒപ്റ്റിമൽ, ലീസ്റ്റ്, LRU 3 അൽഗോരിതംസ് ആണ് നമ്മൾ പഠിച്ചത്. FIFO, LRU, ഒപ്റ്റിമൽ. സോ ഇതിനകത്ത് നമ്മൾ ഒരിക്കലും FIFO എളുപ്പമാണ് അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാനെങ്കിൽ നമ്മളത് യൂസ് ചെയ്യത്തില്ല. ബിക്കോസ് അതിനകത്ത് എന്ത് അനോമലി ഉണ്ട്? ബിലേഡീസ് അനോമലി ഉണ്ട്. ഈ 3 അൽഗോരിതത്തിൽ നമ്മൾ FIFO യൂസ് ചെയ്യാത്തതിന്റെ കാര്യം ഈ ബിലേഡീസ് അനോമലി ഉള്ളതുകൊണ്ടാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് യൂസ്ഡ് ഇൻ. നമ്മൾ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ, ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, ഓസ്ട്രിച്ച് മെത്തേഡ്, ഡെഡ്ലോക്ക് ഇഗ്നോറൻസ് ഇതൊക്കെ പഠിച്ചു. ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് പഠിച്ചു. അപ്പോൾ അതിനകത്ത് ഏതാണ് ബാങ്കേഴ്സ് അൽഗോരിതം ഏതിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണ് റൈറ്റ് ആൻസർ. 4 ഓപ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഡെഡ്ലോക്ക് ഇഗ്നോറൻസ്, ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ, ഡെഡ്ലോക്ക് അവോയ്ഡൻസ്. ഇതിനകത്ത് ഡെഡ്ലോക്ക് അവോയ്ഡൻസിൽ വരുന്നതാണ് ബാങ്കേഴ്സ് അൽഗോരിതം. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഫയർവാൾ മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ. ഫയർവാൾ എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ആയിട്ടുള്ള ട്രാഫിക്കുകൾ വന്നാൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഫയർവാൾ. ഇൻകമിംഗ് ട്രാഫിക്, ഔട്ട് ഗോയിങ് ട്രാഫിക്, ബോത്ത് A and B, നൺ ഓഫ് ദ അബവ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. വരുന്ന ട്രാഫിക്കിനെയും തിരിച്ച് വിടുന്ന ട്രാഫിക്കിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫയർവാൾ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 16. ഇത് എപ്പോഴും വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വിർച്വൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും തമ്മിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A system supports a virtual address space of 4096 pages, each with 512 bytes. If the main memory has 1024 frames, the number of bits in physical address. 4096 ആണ് പേജിന്റെ വിർച്വൽ അഡ്രസ് സ്പേസ് ഉള്ളത്. സോ ദാറ്റ് ഈസ് 2^12 ആണ്. നമ്മൾ എപ്പോഴും 2ന്റെ പവറിൽ എപ്പോഴും എഴുതുന്നതാണ് കാൽക്കുലേഷൻ എളുപ്പം. 512 ബൈറ്റ്സ് എന്ന് പറയുന്നത് 2^9 ആണ്. മെയിൻ മെമ്മറിയിൽ എത്ര ഫ്രെയിംസ് ഉണ്ട്? 2^10. 1024 എന്ന് പറയുന്നത് 2^10 ആണ്. നമുക്ക് അറിയേണ്ടത് ഫിസിക്കൽ അഡ്രസ്സിൽ എത്ര ബിറ്റ്സ് ഉണ്ടെന്നാണ്. ഓക്കെ, നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഫിസിക്കൽ അഡ്രസ്. ഫിസിക്കൽ അഡ്രസ്സിൽ എത്ര ബിറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയാണ്. ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ മെമ്മറിക്കകത്തുള്ളതാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻറ്റു പേജ് സൈസ് ആണ്. പേജ് സൈസ് തന്നെയാണ് ഫ്രെയിം സൈസും. നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറയുന്നത് 2^10 ആണ്. ഫ്രെയിം സൈസ് തന്നെയാണ് പേജ് സൈസും, 2^9, വിച്ച് ഇസ് ഈക്വൽ ടു 2^19. നമുക്കിപ്പോൾ 2^n വാല്യൂസ് ഉണ്ടെങ്കിൽ അത് എത്ര ബിറ്റ് ആയിരിക്കും? n ബിറ്റ് ആയിരിക്കും. സിമിലർലി n ബിറ്റുള്ള ഒരു ഫിസിക്കൽ അഡ്രസ് ആണെങ്കിൽ എത്ര വാല്യൂസ് കാണും? n വാല്യൂസ് കാണും. സെയിം സൈക്കോളജിയാണ് ഇവിടെ, സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. 2^19 ആണ് നമ്മളുടെ ഫിസിക്കൽ അഡ്രസ്. അങ്ങനെയാണെങ്കിൽ എത്ര ബിറ്റ് കാണും?
19 bits. അതാണ് ആൻസർ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 17. കോമൺ ഫയൽ നെയിം എക്സ്റ്റൻഷൻസ് ഓഫ് C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിനെ ഇപ്പം എ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ a.cpp എന്നും സേവ് ചെയ്യാം, a.cc എന്നും സേവ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 18. ലാറ്റൻസി ടൈം ഓഫ് ഹാർഡ് ഡ്രൈവ്. ലാറ്റൻസി ടൈം എന്ന് പറഞ്ഞാൽ റൊട്ടേഷന് വേണ്ടി എടുക്കുന്ന റൊട്ടേഷണൽ ഡിലേ ആണ് ലാറ്റൻസി ടൈം എന്ന് പറയുന്നത്. റൊട്ടേഷണൽ ഡിലേയുടെ വേറൊരു പേരാണ് ലാറ്റൻസി ടൈം. സോ ലാറ്റൻസി ടൈം എങ്ങനെയാണ്? എന്താണ് ലാറ്റൻസി ടൈം? ടൈം ടു റീച്ച് കറക്റ്റ് സെക്ടർ ആണ്. ട്രാക്ക് റീച്ച് ചെയ്യുന്നത് സീക്ക് ടൈം ആണ്. റൊട്ടേഷണൽ ഡിലേ എന്ന് പറഞ്ഞാൽ സെക്ടർ റീച്ച് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. RDBMS is a dash database management system. RDBMS എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെയാണ് RDBMS എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 20. Dash is comparable to pair of persons in a room taking turns to speak with each other. ഒരു റൂമിലിരുന്ന് ഒരേ സമയം രണ്ടുപേര് സംസാരിക്കുന്നു. അതിന് എന്താ അവർ ഷെയർ ചെയ്യുന്നത്? ടൈമാണ് അവർ ഷെയർ ചെയ്യുന്നത്. സോ അതൊരു ടൈം ഷെയറിംഗ് അല്ലെങ്കിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആണ്. ആ ഒരു റൂമിലിരുന്ന് രണ്ട് പേര് സംസാരിക്കുന്നത് എന്ന് പറയുന്ന റിയൽ ലൈഫ് സെനേറിയോ എന്ന് പറയുന്ന ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 21. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് HTML എലമെന്റ് ഫോർ ദ ലാർജസ്റ്റ് ഹെഡിങ്. ഹെഡിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് H1 ആണ്. അതാണ് ഏറ്റവും ഹയസ്റ്റ്. ടു H2, H3 ടു H6, H7. സോ ഈ ഒരു ഓപ്ഷനിൽ ഏതാണ് ഏറ്റവും ലാർജസ്റ്റ്? H1. H6 സ്മോൾ ആണ്. ഓക്കെ, സോ H1 is the correct answer. ഓപ്ഷൻ എ. Question number 22. Which of the following is an attribute that can uniquely identify a row in a table? നമുക്കറിയാം uniquely identify ചെയ്യാൻ വേണ്ടി primary key and candidate key ആണുള്ളത്. തെറ്റിപ്പോരുത്. ഒരു ടേബിളിലെ റോയിനെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രൈമറി ആൻഡ് കാൻഡിഡേറ്റ് കീ ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Dash is a working model of the system that is developed to test the concepts and assumptions about the system. ഒരു സിസ്റ്റത്തിന്റെ വർക്കിങ്ങും എല്ലാം കൂടെ വെച്ച് നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോടൈപ്പ്. ഒരു സിസ്റ്റത്തിന്റെ വർക്കിംഗ്, അതിലൊരു ഇൻപുട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നൊക്കെ വെച്ച് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോടൈപ്പ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Consider a machine with 64 MB physical memory and a 32-bit virtual address space. If the page size is 4 KB, what is the approximate size of the page table? ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. KB എന്ന് പറഞ്ഞാൽ 2^10, MB എന്ന് പറഞ്ഞാൽ 2^20, GB എന്ന് പറഞ്ഞാൽ 2^30 ആണ്. ഓക്കെ, ഇവിടെ 64 MB എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ MB യെ നമ്മൾ കൺവേർട്ട്, 64 എന്ന് പറഞ്ഞാൽ 2^6 ആണ്. MB എന്ന് പറഞ്ഞാൽ 2^20. സോ ഹിയർ ഇറ്റ് ഇസ് 2^6 into 2^20. 32-bit വിർച്വൽ അഡ്രസ് ആണ്. അപ്പോൾ വിർച്വൽ അഡ്രസ് സ്പേസ് എത്രയാ? 2^32. പേജ് സൈസ് 4 KB ആണ്. ദാറ്റ് ഇസ് 4 into 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. 2^2 into KB എന്ന് പറഞ്ഞാൽ 2^10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പേജ് ടേബിളിന്റെ സൈസ് ആണ്. ഓക്കെ, നമുക്കൊരു പേജ് ടേബിൾ ഉണ്ട്. ഇവിടെ പേജ് വാല്യൂസ് ആയിരിക്കും കൊടുക്കുന്നത്, ഇതിനകത്ത് ഫ്രെയിമും ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു പേജ് ടേബിളിന്റെ സൈസ് നമ്മളിങ്ങനെ ഒരു അറയുടെ സൈസ് കണ്ടുപിടിക്കും. അറയുടെ ലെങ്ത് ഇൻറ്റു അറയുടെ ഒരു അറ എത്ര സൈസ് ഉണ്ട് അത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും. സോ എത്ര പേജസ് ഉണ്ട്? നമ്പർ ഓഫ് പേജസ് എത്രയാ? നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞാൽ വിർച്വൽ മെമ്മറി 2^32 ഡിവൈഡഡ് ബൈ പേജ് സൈസ്. പേജ് സൈസ് എത്രയാ? 2^12. 2^10 into 2^20 ആണ് പേജസ് ആണല്ലോ. ഇനിയും എന്താണ് ഫ്രെയിം സൈസ്? നമ്പർ ഓഫ് ഫ്രെയിംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറയുന്നത് എത്രയാണ്? വിർച്വൽ അഡ്രസ് 2^32 ഡിവൈഡഡ് ബൈ പേജ് സൈസ്. 2 ഫിസിക്കൽ മെമ്മറി എത്ര? 2^26 ആണ്. ഇവിടെ ആണ് 2^26 ഡിവൈഡഡ് ബൈ 2^12. എത്രയാണ്? 26 - 12 2^14. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പേജ് ടേബിളിന്റെ സൈസ്. നമ്പർ ഓഫ് പേജസ് എത്രയാണ്? ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് 2^20
ഇൻറ്റു ഇവിടെ എത്രയാണ് കിട്ടിയത്? നമ്പർ ഓഫ് ഒരു ഫ്രെയിമിന്റെ സൈസ് എന്ന് പറയുന്നത് 2⁴ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ്. അപ്പൊ എത്രയാ ഫ്രെയിംസ്? 14. ഓക്കെ, 2⁻20 ഇൻറ്റു 14 വിച്ച് ഈസ് ഈക്വൽ ടു 2⁻20 ഇൻറ്റു 14 നമുക്ക് എങ്ങനെ എഴുതാം? 14 ബൈറ്റ്സ് ആണ്. സോ അതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 ബൈറ്റ്സ്. ഓക്കെ, അപ്പൊ എന്താ 2⁻20 എന്ന് പറയുന്നത് 1 MB ആണ്. സോ ആൻസർ ഈസ് 2 MB. ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ PYQ സെഷൻ. നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തതും വർക്കൗട്ട് ചെയ്തതും. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ PYQ സെഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ എക്സാം അടുത്തടുത്ത് വരികയാണ്. സോ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് PYQ സെഷൻസ് വളരെ അധികം ഇമ്പോർട്ടൻസ് ആണ്. സോ ഫ്രീ ആയിട്ടുള്ള വീക്ക്ലി എക്സാംസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഏർണസ്റ്റ് അക്കാഡമി പുതിയൊരു കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുവാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. ഇന്നത്തെ സെഷനിലെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.